ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് ജോലി ഒഴിവ് വന്നിട്ടുണ്ട്. മൊത്തം 500 ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് ജോലി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സുവർണ അവസരം വന്നിരിക്കുകയാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. മിനിമം 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ഇൻഫർമേഷൻസിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു അപേക്ഷ ആരംഭിക്കുന്ന തീയതി എന്നത് 2025 മെയ് 3 അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്നത് 2025 മെയ് 23. ഓക്കെ, ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റന്റ് ജോലി ഒഴിവുകളുടെ വിശദമായ വിവരണം നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബാങ്ക് ഓഫ് ബറോഡയിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത, അതേപോലെ തന്നെ ഒഴിവുകളുടെ എണ്ണം, വയസ്സ്, അപേക്ഷാ ഫീസ് എന്നിവ താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ജോബിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ പേരെന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ജോലിയുടെ സ്വഭാവം എന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് എന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇതിലേക്ക് നടക്കുക. തസ്തികയുടെ പേരെന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. ഒഴിവുകളുടെ എണ്ണം 500 ആണ്. ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യയാണ്. ജോലിയുടെ ശമ്പളം എന്നത് 25,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിൽ വരുന്നത്. അപേക്ഷ അയക്കേണ്ട രീതി എന്നത് ഓൺലൈൻ വഴി. സ്റ്റേറ്റ് വൈസ് വാക്കൻസി ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് വാക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. എവിടെയൊക്കെ എത്രയൊക്കെ വാക്കൻസി പോസ്റ്റുകളൊക്കെ വരുന്നത് അതിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ ടോട്ടൽ വേക്കൻസി എന്നത് 19 ആണ്. ഓക്കെ, അത് കാറ്റഗറി വൈസ് ആയിട്ടും ഇതിൽ തിരിച്ചിട്ടുണ്ട്. SC ST OBC ആ കാറ്റഗറി വൈസ് ആയിട്ട് എത്ര പോസ്റ്റുകൾ വരുന്നതെന്ന് ആ ഒരു നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി താഴെ കൊടുക്കുന്നുണ്ട്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസരണ വയസ്സിളവ് ഉണ്ടായിരിക്കും. മിനിമം ഏജ് എന്നത് 18 വയസ്സാണ്. മാക്സിമം ഏജ് എന്നത് 26 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷാ ഫീസ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയുടെ 500 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസോട് കൂടിയ ഉദ്യോഗാർത്ഥികൾ നൽകണം. അപേക്ഷാ ഫീസ് അടക്കാത്ത അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫീസ് ഓൺലൈൻ വഴി നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് പണം അടയ്ക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് അടക്കാത്ത അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ്. ഒരിക്കൽ അടച്ച ഫീസ് പിന്നീട് തിരികെ നൽകുന്നതല്ല. അതേപോലെ തന്നെ അപേക്ഷാ ഫീസ് മാത്രമല്ല, അതിനോടൊപ്പം ബാങ്ക് ചാർജുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ വഹിക്കേണ്ടതാണ്. ഓക്കെ, അപേക്ഷാ ഫീസ് എത്രയെന്ന് നോക്കാം. യുവർ OBC EWS എന്ന കാറ്റഗറിക്ക് 600 രൂപയും SC ST PS ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഈ ഒരു അപേക്ഷാ ഫീസ് പേ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇതിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചോ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എത്രയെന്ന് പറഞ്ഞല്ലോ, മെയ് 23. ആദ്യം ബാങ്ക് ഓഫ് ബറോഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ശേഷം ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അവയുടെ യോഗ്യതകൾ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. എന്നിട്ട് വേണ്ട ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സൊക്കെ കറക്റ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം അപേക്ഷ കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം
എല്ലാം കറക്റ്റാണോ എന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപേക്ഷിച്ചു എന്ന ഉറപ്പിന് വേണ്ടിയിട്ട് ആ ഒരു പ്രിൻ്റ് ഔട്ട് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്ത് അവരോടൊന്ന് അപ്ലൈ ചെയ്യാൻ പറയുക. താങ്ക്